ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നോമ്പ് തുറ വിശേഷം കണ്ടാലേ. ഇന്ന് നോമ്പ് 6 അപ്പോൾ ഞാൻ പത്തിരിയാണ് കേട്ടോ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കണം. അത് ഇങ്ങനെ ബോൾസാക്കി വെച്ചൊക്കെയാണ്. പിന്നെ ഞാൻ റെഡിയാക്കണത് ബട്ടർ ചിക്കനാണ്. അതിനുള്ള സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കശുവണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകി വരി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം പത്തിരി റെഡിയാക്കാം കേട്ടോ, എന്നിട്ട് ബട്ടർ ചിക്കൻ റെഡിയാക്കാം. എൻ്റെ ഇത്താത്താക്ക് വയ്യാത്തതുകൊണ്ട് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും ഒരുപാട് ഇടാൻ പറ്റില്ല. പിന്നെ ഇത്താത്താടെ 2 പിള്ളേർ നാളെയൊക്കെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഉമ്മാനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പത്തിരിയൊക്കെ ഉണ്ടാക്കണം. ബട്ടർ ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ അരച്ചെടുക്കണം. അരച്ചെടുത്ത മസാല ഞാൻ പാത്രം വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ ബട്ടറൊക്കെ ഇട്ടിട്ട് മസാലകളും ഇട്ടിട്ട് അരപ്പൊഴിച്ച് കൊടുത്ത് തിളച്ച് കഴിഞ്ഞപ്പോൾ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കടികളായിട്ട് സമൂസയും കട്ട്ലേറ്റുമാണ് ഫ്രൈ ചെയ്തെടുക്കണേ കേട്ടോ. അങ്ങനെ സമൂസയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഞാൻ കടികളൊന്നും വേറെ ഉണ്ടാക്കണില്ല കേട്ടോ. അങ്ങനെ ചായയൊക്കെ വെച്ച് കഴിഞ്ഞ് നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ എല്ലാവരും കൂടി ഇത്താത്തയുടെ പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നാരങ്ങ വെച്ചിട്ടുണ്ടായി, ചായ ഉണ്ടായി, പിന്നെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആപ്പിളും മുന്തിരിയും മാങ്ങയും ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങയും അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ തലേദിവസം ഞാൻ വീഡിയോയിലിട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അളിയൻ കൊണ്ടുവന്നതാണ് ഇതെന്ന്. ഇത്താത്തയുടെ ഭർത്താവാണ്. അപ്പോൾ പുള്ളി കൊച്ചിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ ഈന്തപ്പഴവും കശുവണ്ടിയും ബദാമും അപ്പോൾ അതൊക്കെ അതും ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ.